ഇശലുകളുടെ മധുരിമയിൽ മൊഞ്ചത്തിമാർ നിറഞ്ഞാടി ഒപ്പന തേന്മഴയായി പെയ്തിറങ്ങി. മലബാർ ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാമകരണം ചെയ്ത മുഖ്യവേദിയിൽ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന അരങ്ങേറിയപ്പോൾ കലാസ്വാദകർ ആനന്ദത്താൽ കുളിരണിഞ്ഞു. മൈലാഞ്ചി ചുവപ്പണിഞ്ഞ മണവാട്ടികളെയും തോഴിമാരെയും കാണാൻ ജനസാഗരം ഒഴുകിയെത്തി. കാൽകുത്താൻ പോലും സാധ്യമല്ലാത്ത ജനക്കൂട്ടമാണ് ഹൈസ്കൂൾ ഒപ്പന കാണാൻ എത്തിയത്. സംഘാടകർ അറിയിച്ച സമയപ്രകാരം ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ഒപ്പന. കാണികൾ നേരത്തെ തന്നെ കസേരകൾ സ്വന്തമാക്കി കഴിഞ്ഞു. 6 മണിക്കൂർ വൈകി രാത്രി 7-നാണ് ഹൈസ്കൂൾ വിഭാഗം ഒപ്പന തുടങ്ങിയത്. 24ഓളം ഒപ്പനകളാണ് മത്സരത്തിലുണ്ടായിരുന്നത്. രാത്രി ഏറെ വൈകുമെന്ന കണക്കുകൂട്ടലിൽ ഒടുവിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയും നടക്കേണ്ടതിനാൽ മുഖ്യവേദിയിൽ നിന്നും മാനാഞ്ചിറ BEM ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റുകയാണുണ്ടായത്. HAS വിഭാഗത്തിൽ ആദ്യത്തെ ഒപ്പനയ്ക്കിടയിൽ സ്റ്റേജിൽ മത്സരാർത്ഥി വീഴുകയുണ്ടായി. വേദിയിലെ കുലുക്കമാണെന്നാണ് പരാതി. വീണഭാവമില്ലാതെ മത്സരാർത്ഥി നന്നായി കളിച്ചു. മണവാട്ടികളും തോഴിമാരും ഇശലുകൾ കൊണ്ട് എല്ലാ ഒപ്പനകളും അക്ഷരാർത്ഥത്തിൽ പുളകിതമാക്കിയാണ് രാത്രി ഏറെ വൈകി കലാസ്വാദകർ മുഖ്യവേദി വിട്ടത്. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.